ഹായ്, ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ടിപ്പിലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവർക്കും അറിയാം, എങ്കിലും ബിഗിനേഴ്സിനും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വേണ്ടിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചത്, കുറച്ച് ക്യാബേജ്, ഒരു മുട്ട പൊരിച്ച് ചിക്കിയത്, സെല്ലറി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, സവാള, സ്പ്രിംഗ് ഒനിയൻ, ചിക്കൻ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് ചെറുതാക്കിയത്, സോയാ സോസ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ ചൂടാക്കാൻ വെക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇനി സവാള, സവാള ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ബീൻസ് ഇടാം. പച്ചക്കറി ഒന്നും ഫ്രൈഡ് റൈസിനുള്ള അധികം വേവരുത്. ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. ഇനി നന്നായി ഇടാം. ഇനി നമുക്ക് ക്യാബേജ് ഇടാം. പച്ചക്കറി കളറ് മാറാൻ നോക്കണം, കാരണം കൂടുതൽ വേവാൻ പാടില്ല. അപ്പോഴേ നമ്മുടെ ഫ്രൈഡ് റൈസ് കളർഫുൾ ആവുകയാണ്. ഇനി അടുത്തത് നമുക്ക് ക്യാപ്സിക്കം ഇടാം. നേരത്തെ പറയാൻ മറന്നുപോയി, കുറച്ച് കുരുമുളകും കൂടി ഇടണേ. വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാനിപ്പോ ഇതാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിട്ടാൽ മതി. ഇനി നമുക്ക് ഒരു സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യും. സോയാ സോസിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഉപ്പൊന്നും ആടേണ്ടി വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, കാരണം ചോറിനകത്ത് ചിക്കനകത്തൊക്കെ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്യാം. മുട്ട പൊരിച്ചതാണ്. കുരുമുളകൊക്കെ ഇട്ട് ചിക്കി വെച്ച മുട്ട. നമുക്കിനി ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളകും ഇട്ട് ചെറിയ പീസായി എല്ലില്ലാത്ത ചിക്കനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് റൈസ് ചേർക്കാം. ഇതിനകത്ത് ഇച്ചിരി സോയ സോസിന് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സോയ സോസ് ആഡ് ചെയ്യാണ്.
നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് ഷിനു സൈനിങ് ഓഫ്. ഗുഡ് ബൈ.